ഹലോ കൂട്ടുകാരെ, ഒരു 3-4 മാസത്തിന് മുമ്പ് ഞാനെടുത്ത വീഡിയോസാണ് ഇത്. ചെട്ടുളങ്ങര അമ്പലത്തിൽ ശിവരാത്രി നാളിൽ കഴിഞ്ഞ് 7 ദിവസം വരെ കുംഭഫലിൻ്റെ തലേ ദിവസം വരെ കഞ്ഞി വഴിപാട് നടത്തും. ചെട്ടുളങ്ങര അമ്പലത്തിൽ വഴിപാട് കഞ്ഞികൾ അത് നേർച്ചയാകാം, അല്ലാതെ ഈ വീട്ടിൽ ഇത് ചെട്ടുളങ്ങര അമ്പലത്തിലെ 3-ാം കരയായ ആനയുടെത്തെ വീടാണ് കേട്ടോ. മണിയമ്പിള്ള സാറിൻ്റെ വീടാണ്. ഇവിടെ എല്ലാ വർഷവും കഞ്ഞിയുണ്ട്. അതിന് പതിവ് കഞ്ഞി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഈ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പോകും. ഞങ്ങളെല്ലാവരും കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ കുറേ എങ്ങനെ ഇരുന്നാൽ കുറേ നേരമൊക്കെ ഇരിക്കണം. കൃത്യസമയത്ത് വന്നാലും അതിന് ചടങ്ങുകളൊക്കെ ഉണ്ട്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഞ്ഞി വിളമ്പുകയുള്ളൂ. കുടുംബാംഗങ്ങളും കുത്തിയോട്ട ആശാന്മാർ, കരനാഥന്മാരും ചുവട് ചവിട്ടുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. വീട്ടിലെ കുടുംബത്തിലുള്ളവർ താലപ്പൊലിയും എല്ലാമായിട്ട് ഈ കരനാഥന്മാരും എല്ലാവരും കൂടെ കുതിരച്ചവിട്ടിൽ പോയി അവിടെ ചെന്ന് കുത്തിയോട്ട പാട്ട് പാടി അമ്മയെ എതിരേറ്റ് ആനയിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഈ കഞ്ഞി നടത്തുന്ന വീട്ടിൽ ചുവട് ചവിട്ടി കുത്തിയോട്ടപ്പാട്ടും പാടിയതിന് ശേഷം മാത്രമാണ് കഞ്ഞി സദ്യ വിളമ്പുന്നത്. അപ്പോൾ കഞ്ഞി സദ്യ വിളമ്പുമ്പം അവിടെ വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. താഴെ ഇരുന്നാണ് എല്ലാവരും കഴിക്കുന്നത്. പിന്നെ ഇലയും തടയുമാണ് നമുക്ക് തരുന്നത് കഴിക്കാനായിട്ട്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഇലയും തടയും വാങ്ങിച്ച് കഴിക്കാം. പിന്നെ പാത്രത്തിൽ വാങ്ങിച്ചു കൊണ്ടുവന്നവരുമുണ്ട്. ഞാൻ കുറച്ച് പാത്രത്തിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് കുറച്ച് അവിടെ ഇരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കഞ്ഞിസദ്യ കഴിച്ചിട്ടുണ്ടോ ചെട്ടുളങ്ങര അമ്മയുടെ? കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കഴിക്കണം കേട്ടോ. ചെട്ടുളങ്ങര അമ്മയുടെ അമ്പലത്തിൽ എല്ലാ ദിവസവും കഞ്ഞിസദ്യ ഉണ്ട്. അറിയാൻ മേത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം, എല്ലാ ദിവസവും ഉണ്ട് കഞ്ഞിസദ്യ. പിന്നെ കുംഭഭരണിയൊക്കെ വരുന്ന സമയത്ത് മാത്രം ആ 7 ദിവസം മാത്രമേ ഉള്ളൂ കഞ്ഞി സദ്യ ഇല്ലാത്തത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും 12 മണിയാകുമ്പോൾ കഞ്ഞിസദ്യ ഉണ്ട്. രാത്രി 8 മണി കഴിഞ്ഞും ഉണ്ട് കഞ്ഞിസദ്യ. എല്ലാവരും വന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ എല്ലാ വിഭവങ്ങളും വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് വീണ്ടും കാണണം.